ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമുക്ക് വായിക്കാം. ലൂക്കോസിന് സുവിശേഷം 8-ാം അധ്യായം 22-ാം വാക്യം മുതൽ 25-ാം വാക്യം വരെ വായിക്കാം. 22 മുതൽ 25 വരെ. 8-ാം അധ്യായം ലൂക്കോസ് 8-ന്റെ. ഒരു ദിവസം അവൻ ശിഷ്യന്മാരുമായി പടകിൽ കയറി നാം തടാകത്തിൻ്റെ അക്കരെ പോക എന്ന് അവരോട് പറഞ്ഞു. അവർ നീക്കി ഓടുമ്പോൾ അവൻ ഉറങ്ങിപ്പോയി. തടാകത്തിൽ ഒരു ചുഴലിക്കാറ്റ് ഉണ്ടായി. പടകിൽ വെള്ളം നിറഞ്ഞിട്ട് അവർ പ്രാണഭയത്തിലായി. അടുക്കൽ ചെന്നു, നാഥ, ഞങ്ങൾ നശിച്ചു പോകുന്നു എന്ന് പറഞ്ഞ് അവനെ ഉണർത്തി. അവൻ എഴുന്നേറ്റ് കാറ്റിനെയും വെള്ളത്തിൻ്റെ കോപത്തെയും ശാസിച്ചു. അവ അമർന്നു, ശാന്തതയുണ്ടായി. പിന്നെ അവരോട്, നിങ്ങളുടെ വിശ്വാസം എവിടെയെന്ന് പറഞ്ഞു. അവരോ ഭയപ്പെട്ടു. ഇവൻ ആര്? അവൻ കാറ്റിനോടും വെള്ളത്തോടും കൽപ്പിക്കുകയും അവ അനുസരിക്കുകയും ചെയ്യുന്നു എന്ന് തമ്മിൽ പറഞ്ഞ് ആശ്ചര്യപ്പെട്ടു. കൊടുങ്കാറ്റുണ്ടായി, ചുഴലിക്കാറ്റുണ്ടായി. കൊടുങ്കാറ്റ്. ജീവിതത്തിൽ കൊടുങ്കാറ്റുകളുണ്ട്. ഞാൻ ഉദ്ദേശിക്കുന്നത് പ്രകൃതിക്ഷോഭമല്ല, നമ്മുടെ ഹൃദയത്തിലുള്ള കൊടുങ്കാറ്റിനെ കുറിച്ചാണ്. കൊടുങ്കാറ്റ്, ഹൃദയത്തിൽ കൊടുങ്കാറ്റ്. എനിക്കറിയാം, നിങ്ങൾ അനേകം പേരുടെ ഹൃദയത്തിൽ കൊടുങ്കാറ്റുണ്ട്. അത് ആഞ്ഞു വീശിക്കൊണ്ടിരിക്കുകയാണ്, ജീവിതം തളർത്തിക്കൊണ്ടിരിക്കുകയാണ്, മുന്നോട്ടൊരു ഗതി കിട്ടാത്തതുപോലെ വലയുകയാണ്. ഒരാൾ എനിക്കൊരു മെസ്സേജ് അയച്ചു വാട്സാപ്പിൽ. അത് വായിച്ചിട്ട് എനിക്ക് സങ്കടം വന്നു. കാരണം പാവം അത് ഏങ്ങലടിച്ച് കരയുകയാണ്. ആരാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, എവിടെയുള്ള ആളാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കാരണം അതൊന്നും അറിയാൻ പറ്റില്ലല്ലോ, മെസ്സേജല്ലേ കിട്ടുന്നുള്ളൂ. പറഞ്ഞത്, സാറേ, എനിക്ക് ജീവിക്കണം എന്നുള്ള ആശയില്ല. ഇന്ന് എൻ്റെ ഭർത്താവ് ഒരിടത്തേക്ക് പോകാൻ തുടങ്ങിയപ്പോൾ എങ്ങോട്ടാണ് പോകുമെന്ന് ചോദിച്ചു. ഞാൻ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാനൊരു സ്ഥലത്ത് പോവുകയാണ്. എങ്ങോട്ടാ, തുറന്നു പറ. ഞാൻ ഒരാളുടെ വീട്ടിൽ പോവുകയാണ്. ആരാണ്? അതൊരു സ്ത്രീയാണ്. അയ്യോ, എന്തിനങ്ങോട്ട് പോകുന്നത്? അത് എനിക്ക് അവളെ ഇഷ്ടമാണ്, അതുകൊണ്ടാണ്. ഞാൻ കൂടെ പോരാം. നീ പോരണ്ട, ഞാൻ തനിയെ പോകാം. സാറേ, ഇത്രയും കേട്ട് കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് ബോധമറ്റതുപോലെയായി. ഞാൻ ഉറക്കം നിലവിളിച്ചു. പക്ഷെ അദ്ദേഹം ഗവനിച്ചില്ല, അദ്ദേഹം പോയി. ഇപ്പോൾ അദ്ദേഹം പോയിരിക്കുകയാണ്. സാറേ, എനിക്ക് സമാധാനമില്ല, എനിക്ക് സ്വസ്ഥതയില്ല. സാർ, എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുമോ? ഞാൻ പ്രാർത്ഥിക്കാം, പക്ഷേ നിങ്ങൾ വിചാരിക്കുന്ന പോലെ അത്ര നിസ്സാരമല്ലല്ലോ ഈ കാര്യം. ഒന്ന് പ്രാർത്ഥിച്ചാൽ മാറുന്ന കാര്യമല്ലല്ലോ. എന്തു വലിയ സമർപ്പണം അതിന് പിന്നെ വേണ്ടി വരും. നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ എന്ത് വലിയ സമർപ്പണം വേണ്ടി വരും. എന്തൊരു പ്രാർത്ഥനാ ജീവിതം നിങ്ങൾ തുടങ്ങേണ്ടി വരും. നിങ്ങൾക്ക് തന്നെ ജീവിതത്തിൽ എന്തെല്ലാം അനുഭവിക്കേണ്ടതായ കാര്യങ്ങളുണ്ട്, നിങ്ങൾ ചിന്തിക്കണം. ഞാൻ ചില കാര്യങ്ങൾ മാത്രം പറഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോൾ വീണ്ടും വിളിക്കുകയാണ്. അത് ഫോണിൽ വിളിക്കുകയാണ്. ഞാൻ പറഞ്ഞു, എനിക്കെന്ത് ചെയ്യാൻ പറ്റും? ഞാൻ നിസ്സഹായനാണ്. എനിക്ക് ഇത്രയും മാത്രം പറയാം, നിങ്ങൾ പ്രാർത്ഥിക്കുക, ജീവനുള്ള ക്രിസ്തുവിനോട് പ്രാർത്ഥിക്കുക, ഞാനും പ്രാർത്ഥിക്കാം. പരിഹാരത്തിനായി നിങ്ങൾ പ്രാർത്ഥിക്കുക. സമാധാനമില്ലാതെ അഴലുന്ന വലിയൊരു കൂട്ടം ജനം. നാം ആരും വിചാരിക്കുന്ന പോലല്ല. ഒരുപക്ഷെ നിങ്ങൾക്ക് ജീവിതത്തിലുള്ള സമാധാനം പോലെ അസ്വസ്ഥതയല്ല. ഇന്ന് നിങ്ങൾക്ക് ചില അസ്വസ്ഥതകളുണ്ട്, സമാധാനമില്ല. പക്ഷേ അതല്ല, അതിനേക്കാളൊക്കെ എത്രയോ ഭയാനകമായ, എത്രയോ കൊടും ക്രൂരമായ ജീവിതമാണ് ഇന്ന് മനുഷ്യൻ നയിച്ചുകൊണ്ടിരിക്കുന്നത്. ക്രൂരതയേറ്റ് വലയുന്നു, സമാധാനമില്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ചിന്തിക്കും, നിങ്ങളുടെ ജീവിതം എങ്ങനെ ഇരിക്കുന്നു? കൊടുങ്കാറ്റല്ലേ? കൊടുങ്കാറ്റ്. നല്ലൊരു തുക കടം വന്നിരിക്കുന്നു. കൊടുങ്കാറ്റ്. വലിയൊരു തുകയാണ് വന്നിരിക്കുന്നത്. കൊടുങ്കാറ്റ്. തീർക്കാൻ മാർഗമില്ല. ഒരു കാരണവശാൽ മാർഗമില്ല. ഉള്ളതെല്ലാം വിറ്റാലും തീരുകയില്ല. എന്താ പോംവഴി? ഇനി എന്താ പോംവഴി? പോംവഴി കാണാതെ മനസ്സ് അഴലുന്നു, വിഷമിക്കുന്നു. ഒന്നോ രണ്ടോ വേറെ കാര്യമല്ല ഞാൻ പറഞ്ഞത്. ദിവസേന എന്നോണം എനിക്ക് തരുന്ന മെസ്സേജസ് ചിലതെല്ലാം കടത്തിൽ മുങ്ങി വലയുന്ന മെസ്സേജസാണ്. കടത്തിൽ മുങ്ങി വലയുന്നു. ഒരു കാലത്ത് നല്ല സാമ്പത്തിക നിലവാരം ഉണ്ടായിരുന്ന ഈ ആളുകളിൽ നിന്ന് കടം കൊണ്ട് മൂടി വിഷമിക്കുന്നു, മനസ്സ് ഉലയുന്നു. ദൈവത്തിന് സ്തോത്രം. പെട്ടെന്നാണ് ഒരു രോഗം വന്നത്. പെട്ടെന്ന് രോഗം, മാരകമായ രോഗമാണെന്ന് സംശയിക്കുന്നു. അറിയാൻ പാടില്ല, ഡോക്ടേഴ്സ് കാണണം. രോഗം എന്താണെന്ന് അറിഞ്ഞുകൂടാ. പക്ഷേ രോഗം മാരകമായ രോഗമാണോ? മനസ്സ് വിഭ്രാന്തിയിലാണ്, മനസ്സ് വെപ്രാളത്തിലാണ്. ഒരു കൊടുങ്കാറ്റാണത്, കൊടുങ്കാറ്റ്.
എത്രയോ കുടുംബങ്ങളെയാണ് കൊടുങ്കാറ്റടിച്ച് അലയുമാറാക്കുന്നത്. വശം കെട്ട് പോകുന്നു, മനുഷ്യൻ വിഷമിച്ചു പോകുന്നു. IELTS 7 പ്രാവശ്യം എഴുതി, എന്നോട് പറയുകയാണ്, 7 പ്രാവശ്യം എഴുതിയിട്ട് കിട്ടിയില്ല സാറേ, ഇത്തവണ കിട്ടുമെന്ന് വിചാരിച്ചത് കിട്ടിയില്ല, ഇനി എനിക്ക് ആശയില്ല, ഇനി ഞാൻ എഴുതുന്നില്ല. ഞാൻ പറഞ്ഞു, ആളാരാണെന്ന് അറിഞ്ഞുകൊണ്ടല്ല ഞാൻ പറയുന്നത്. ഞാൻ തിരിച്ച് പറഞ്ഞു, IELTS കിട്ടിയില്ല, ശരി, പക്ഷെ ഒന്ന് വിശ്വസിക്കുക, നിങ്ങൾ ജീവിതം ക്രിസ്തു സമർപ്പിച്ചിട്ട് ഒന്നുകൂടി ഒന്ന് പരിശ്രമിക്കുക. പോരാ, ഒന്നുകൂടിയല്ല, കിട്ടുന്നവരെയും പരിശ്രമിക്കുക. ദൈവത്തിന് സ്തോത്രം. ഞാൻ ചില സംഭവങ്ങളൊക്കെ പറഞ്ഞു. ഇങ്ങനെ ചിലർ മടുത്തുപോയവർ പ്രാർത്ഥിച്ച് പിന്നീട് അനുഭവം കിട്ടിയ കാര്യമൊക്കെ പറഞ്ഞു. എന്നാൽ അടുത്ത മാസം അതിനുള്ള ഡേറ്റ് വാങ്ങാം എന്ന് വിചാരിച്ചിരിക്കുകയാണെന്ന്. കൊള്ളാം, നല്ലത് തന്നെ. ദൈവത്തിന് സ്തോത്രം. കൊടുങ്കാറ്റാണ്. വീണ്ടും വിളിക്കുന്നു വേറൊരാൾ. ദൈവത്തിന് സ്തോത്രം. സാറേ, ജോലി പോയി, നാളെ മുതൽ വരണ്ട എന്ന് പറഞ്ഞിരിക്കുകയാണ്. വിദേശത്താണ്. സാറേ, ഭാര്യയുണ്ട്, 2 കുഞ്ഞുങ്ങളുണ്ട്, ഞാനും ഉണ്ട്. ജോലി പോയാൽ ഞാൻ എന്ത് ചെയ്യും സാറേ? എങ്ങനെ എൻ്റെ കുഞ്ഞുങ്ങളെ പോറ്റും? ഞങ്ങളിവിടെ തിരിച്ച് നാട്ടിലേക്ക് പോകേണ്ടി വരുമല്ലോ, എന്ത് ചെയ്യും? സാറ് പ്രാർത്ഥിക്കണം. ദൈവത്തിന് സ്തോത്രം. കൊടുങ്കാറ്റിൽ ആടി ഉലയുന്ന ജീവിതങ്ങൾ. വേറൊരാൾ വിളിക്കുന്നു, സാറേ അടുത്ത മാസമാണ് തീയതി, എന്താണെന്ന് ഓർത്തു എഴുതിക്കുക, ഡൈവോഴ്സ്, വിവാഹമോചനം. പിരിയണമെന്ന് എനിക്കും ആഗ്രഹമില്ല, അദ്ദേഹത്തിനും ആഗ്രഹമില്ല. പിന്നെന്താണ്, പിരിയണമെന്ന് ആഗ്രഹമില്ല, പക്ഷേ യോജിച്ചു പോകാൻ പറ്റുന്നില്ല. ഞാൻ എന്തുകൊണ്ടെന്ന് എനിക്ക് അറിയാൻ പാടില്ല. എനിക്ക് അദ്ദേഹത്തെ വലിയ സ്നേഹമാണ്, പക്ഷേ പിരിഞ്ഞേ പറ്റൂ. കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അത്ഭുതം തോന്നും. എരിവരിക്കൊള്ളുകയാണ്. വിവാഹമോചനത്തിൻ്റെ വക്കിലെത്തി നിൽക്കുന്നു, എരിവരിക്കൊള്ളുകയാണ്. ഇത്രയും പറഞ്ഞു. 9 കൊല്ലം പിരിഞ്ഞ് നിന്നവർ നമ്മുടെ കൂട്ടായ്മയിലൊന്ന് വചനം കേട്ട് യോജിച്ചിട്ടുണ്ട്. 5 കൊല്ലം പിരിഞ്ഞ് നിന്നവർ നമ്മുടെ കൂട്ടായ്മയിലൊന്ന് യോജിച്ചിട്ടുണ്ട്, സമാധാനമായി ജീവിക്കുന്നുണ്ട്. നിങ്ങൾ പിരിയാൻ ഇടവരരുതെന്നാണ് എൻ്റെ ആഗ്രഹം. ഒരു കാരണവശാലും ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർതിരിക്കരുതെന്ന് വചനമുണ്ട്. അതുകൊണ്ട് പിരിയരുത്. അപ്പോൾ പിന്നെ ചില കാര്യങ്ങളൊക്കെ അടുത്ത മെസ്സേജിൽ വന്നു. ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞു, എനിക്ക് വേറൊന്നും പറയാൻ പാടില്ല. നിങ്ങൾ പിരിയണോ വേണ്ട എന്നുള്ളത് ഞാനിങ്ങനെ പറയും, പക്ഷേ എൻ്റെ ആശയം ഞാൻ ആദ്യം പറഞ്ഞു കഴിഞ്ഞു. കൊടുങ്കാറ്റ്. ദൈവത്തിന് സ്തോത്രം. ഏറെ നാളായി കൊതിച്ച് ഭാര്യ ഗർഭിണിയായി. ഒരുപടി പ്രാർത്ഥന കഴിച്ച ഗർഭിണിയായി. 3 മാസം ആയപ്പോഴേക്കും ഡോക്ടർ പറഞ്ഞു, ഈ കുട്ടിക്ക് ചലനമില്ല, ഹാർട്ട് ബീറ്റില്ല, അതുകൊണ്ട് കുട്ടിയെ ഇനിയും ഗർഭത്തിൽ വഹിച്ചുകൊണ്ടിരിക്കുന്നതിൽ അർത്ഥമില്ല. സാറേ, ഞാൻ എന്താ ചെയ്യേണ്ടത്? ഞാൻ പറഞ്ഞു, എനിക്കെന്ത് പറയാൻ പറ്റും? ഞാൻ നിങ്ങളെപ്പോലെ സാധു മനുഷ്യനല്ലേ, എനിക്കെന്ത് പറയാൻ പറ്റും? കർത്താവിൻ്റെ കാര്യങ്ങളിലേക്ക് ഏൽപ്പിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കുമോ? കർത്താവിൻ്റെ കാര്യങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുമോ? ദൈവത്തിന് സ്തോത്രം. ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന നെക്സ്റ്റ് മെസ്സേജിൽ വന്നിരിക്കുക, പറഞ്ഞിരിക്കുന്നത് ഒരു ഫർദർ ഒപ്പീനിയൻ വേറൊരാളോട് അഭിപ്രായം ചോദിക്കാമെന്ന് വിചാരിച്ചു. വേറെ ഒരു ഡോക്ടറെ കണ്ടു. അദ്ദേഹം പറഞ്ഞു, അങ്ങനെ ഇപ്പോൾ കുഞ്ഞിനെ നശിപ്പിക്കേണ്ട, നമുക്ക് 2 ആഴ്ച കൂടി വെയിറ്റ് ചെയ്യാം എന്ന് പറഞ്ഞു. സാറൊന്ന് പ്രാർത്ഥിക്കണം. 2 ആഴ്ച വെയിറ്റ് ചെയ്യുമ്പോഴേക്കും കുഴപ്പമില്ല എന്ന് കേൾക്കാനിടയാകണം, അതിനുവേണ്ടി സാറ് പ്രാർത്ഥിക്കണം. ദൈവത്തിന് സ്തോത്രം. അനേകരുടെ ദുഃഖഭാരം പേറിക്കൊണ്ടാണ് ഞാൻ നിൽക്കുന്നത്. അനേകർ യാതന അനുഭവിക്കുന്നത് ഞാൻ കാണുന്നു. സ്വസ്ഥതയില്ലാതെ അകലുന്നത് ഞാൻ കാണുന്നു. കൊടുങ്കാറ്റ്, പടക ആടി ഒലയുകയാണ്. തിരമാലകൾ അങ്ങ് തിമിർത്ത് ഉയരുകയാണ്. വള്ളം മറിയുമെന്നുള്ള നിലയിലായി. പാവപ്പെട്ട ശിഷ്യന്മാർ അമ്പരപ്പിലായി. ഒന്നുകൂടി വായിക്കൂ. ഒരു ദിവസം അവൻ ശിഷ്യന്മാരുമായി പടകിൽ കയറി നാം തടാകത്തിന്റെ അക്കരെ പോക എന്ന് അവരോട് പറഞ്ഞു. അവർ നീക്കി ഓടുമ്പോൾ അവൻ ഉറങ്ങിപ്പോയി. തടാകത്തിൽ ഒരു ചുഴലിക്കാറ്റ് ഉണ്ടായി. പടകിൽ വെള്ളം നിറഞ്ഞിട്ട് അവർ പ്രാണഭയത്തിലായി. പടകിൽ വെള്ളം നിറഞ്ഞു, വള്ളത്തിൽ വെള്ളം നിറഞ്ഞു. വലിയ തടാകമാണ്. ഗലീലക്കടൽ അല്ലെങ്കിൽ ഗന്നേസരത്ത് തടാകം, അതിൽ തീബരിയാസ് കടൽ, ഇതെല്ലാം ഒരു തടാകത്തിൻ്റെ തന്നെ ഓരോ ഭാഗങ്ങളാണ്. പടകിൽ വെള്ളം നിറഞ്ഞു, അവർ പ്രാണഭയത്തിലായി. ശിഷ്യന്മാർ ആഞ്ഞ് തണ്ട് വലിക്കുന്നുണ്ട്, തുഴയുന്നുണ്ട്. അകത്ത് കയറി വെള്ളം തേയി കളയാൻ കൈകൊണ്ട് പരിശ്രമിക്കുന്നുണ്ട്. അവർ 12 ശിഷ്യന്മാരുമുണ്ട്.
അവിടെ നാം കാണുന്നത് കർത്താവ് ആ പടകിലുണ്ട് താനും. കർത്താവ് പടകിലുണ്ട്, പക്ഷേ കർത്താവ് ഉറങ്ങുകയാണ്. കർത്താവ് ഉറങ്ങുന്നു. ജീവിതത്തിൽ ആകുലപ്പെട്ട് വരയുന്ന തൻ്റെ ശിഷ്യന്മാരുടെ പ്രയാസം അപ്പോൾ കർത്താവ് അറിയുന്നുണ്ടോ? നമുക്കറിഞ്ഞുകൂടാ, അവിടെ ഒന്നും പറയുന്നില്ല. ഏതായാലും കർത്താവ് ഉറങ്ങുകയാണ്. അവർ പ്രാണഭയത്തിലായി. എന്തു വേണ്ടു? കടലിൽ മുങ്ങിച്ചാകും. നടുക്കടലിലായി. നടുക്കടലിൽ 107 സങ്കീർത്തനത്തിൽ നാം ഒരു വാക്യം കഴിഞ്ഞ ദിവസം ചിന്തിച്ചല്ലോ. 107 സങ്കീർത്തനത്തിൽ കൊടുങ്കാറ്റിനെ കുറിച്ച്, അവർ തങ്ങളുടെ കഷ്ടതയിൽ യഹോവയോട് നിലവിളിച്ചു, അവൻ അവരെ അവരുടെ ഞെരുക്കങ്ങളിൽ നിന്ന് വിടുവിച്ചു. അവൻ കൊടുങ്കാറ്റിനെ ശാന്തമാക്കി, തിരമാലകൾ അടങ്ങി. കൊടുങ്കാറ്റിനെ ശാന്തമാക്കി, തിരമാലകൾ അടങ്ങി. സ്തോത്രം! എന്തൊരു ആശ്വാസമുള്ള വാക്കാണ്. കൊടുങ്കാറ്റുണ്ട്, കൊടുങ്കാറ്റിനെ ശാന്തമാക്കാൻ യേശുവുണ്ട്. അവൻ കൊടുങ്കാറ്റിനെ ശാന്തമാക്കി. എന്താണ് കൊടുങ്കാറ്റിനെ ശാന്തമാക്കി? തിരമാലകൾ അടങ്ങി. അടുത്ത വാക്യം, ശാന്തത വന്നതുകൊണ്ട് അവർ സന്തോഷിച്ചു. ശാന്തത വന്നതുകൊണ്ട് അവർ സന്തോഷിച്ചു. അവർ ആഗ്രഹിച്ച തുറമുഖത്ത് അവൻ അവരെ എത്തിച്ചു. അവർ ആഗ്രഹിച്ച തുറമുഖത്ത് അവൻ അവരെ എത്തിച്ചു. സ്തോത്രം! ദൈവത്തിന് സ്തോത്രം! ആഗ്രഹിച്ച തുറമുഖത്ത് എത്തിച്ചു. ഈ വാക്യം എനിക്ക് വലിയ ആവേശം പകർന്ന വാക്യമാണ്. ആഗ്രഹിച്ച ചില തുറമുഖങ്ങളുണ്ട്. നമ്മൾ ആഗ്രഹിച്ച തുറമുഖം. ചില കുട്ടികൾ നീറ്റ് പരീക്ഷ എഴുതി ഒരു മെഡിസിൻ ഡോക്ടറാകാനുള്ള അഡ്മിഷൻ കിട്ടാൻ വേണ്ടിയാണ് ആഗ്രഹിച്ചൊരു തുറമുഖം. ഒരു മെഡിക്കൽ അഡ്മിഷൻ, മെഡിസിൻ അഡ്മിഷൻ വേണം. ആഗ്രഹിച്ച തുറമുഖം. വേറൊരാൾ ആഗ്രഹിച്ച തുറമുഖം കടമെല്ലാം മാറി സ്വസ്ഥത കിട്ടണം. വേറൊരാൾ ആഗ്രഹിച്ച തുറമുഖം എൻ്റെ രോഗം മാറണം, സൗഖ്യം കിട്ടണം. വേറൊരാൾ ആഗ്രഹിച്ച തുറമുഖം വീട് വയ്ക്കാനൊരു 2 സെൻറ്റ് സ്ഥലം കിട്ടിയാൽ മതിയായിരുന്നു. ഇപ്പോൾ വാടക വീട്ടിലാണ്, വാടക കൊടുക്കാൻ മാർഗമില്ല. ആഗ്രഹിച്ച തുറമുഖം. ഒരു നല്ല വിവാഹം വേണമെന്ന് ആഗ്രഹിച്ചു. വയസ്സപ്പുറം കടന്നുപോയി. ഇപ്പോൾ 38-39 വയസ്സായി. വിവാഹ ആലോചനകൾ വേണ്ടതുപോലെ വരുന്നില്ല. ആഗ്രഹിച്ച തുറമുഖം വിവാഹാലോചനകൾ വരുന്നു. ആഗ്രഹിച്ച തുറമുഖത്ത് നമ്മെ എത്തിക്കുന്നൊരു ദൈവമുണ്ട്. സ്തോത്രം! ഇതൊക്കെ നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇതെല്ലാം സത്യമാണെന്ന്? നാം ആഗ്രഹിച്ച തുറമുഖത്ത് നമ്മെ എത്തിക്കും. തിരമാലകൾ തള്ളിക്കയറുന്നുണ്ട്, വെള്ളം ഉള്ളിൽ കയറുന്നുണ്ട്, വടകാടി ഒലയുന്നുണ്ട്, ശിഷ്യന്മാർ സംഭ്രമിച്ചു പോകുന്നുണ്ട്. എന്നാൽ ആ സമയത്ത് അവർ ആഗ്രഹിച്ച തുറമുഖത്തേക്ക് എത്തിക്കണമെങ്കിൽ കർത്താവോട് എഴുന്നേൽക്കണം. യേശു എഴുന്നേൽക്കണം. യേശു ഉറങ്ങുകയായിരുന്നു. ദൈവത്തിന് സ്തോത്രം! സങ്കീർത്തനം വായിക്കുമ്പോൾ കാണാം, യഹോവേ ഉണരേണമേ, യഹോവേ ഉണരേണമേ. ദൈവത്തെ ഉണർത്തണം നിങ്ങൾ, ദൈവത്തെ വിളിക്കണം നിങ്ങൾ. കർത്താവേ ഉണരേണമേ, എൻ്റെ ജീവിതം വലഞ്ഞു പോകുന്നു, ഞാൻ അസ്വസ്ഥതയെ വലഞ്ഞു പോകുന്നു, ഞാൻ ജീവിതത്തിൽ തോറ്റുപോകുന്നു, എനിക്ക് സമാധാനമില്ല, എൻ്റെ ഹൃദയത്തിൽ സന്തോഷമില്ല. കർത്താവേ നീ ഒന്ന് ഉണരണമേ. യഹോവേ ഉണരണമേ, നിൻ്റെ വീര്യമുള്ള ഭുജബലം ഉണർത്തി ഞങ്ങളുടെ രക്ഷയ്ക്കായി വരണമേ. വീര്യമുള്ള ഭുജബലം ഉണർത്തി ഞങ്ങളുടെ രക്ഷയ്ക്കായി വരണമേ. പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം! കൺഫ്യൂഷൻസ്, മനസ്സിൽ ഏറെ ചിന്താക്കുഴപ്പങ്ങൾ, ആകുലങ്ങൾ, ഏറെ ചിന്താക്കുഴപ്പങ്ങൾ. ഒരാൾ എന്നെ വിളിച്ചു. അവരൊക്കെ ചിലപ്പോൾ പ്രസംഗം കേൾക്കുന്നുണ്ടായിരിക്കും, എനിക്കറിയാൻ പാടില്ല. ദൂരദേശത്തായിരിക്കും, അവരൊക്കെ കേൾക്കുന്നുണ്ടായിരിക്കും. വിളിച്ചു, സാറേ എനിക്ക് ഈ ഒന്നുകൂടി ഒന്ന് സ്നാനപ്പെടണമെന്നൊക്കെ പറയുന്നില്ല സാറേ, അതെന്താ വേണ്ടേ? ഞാൻ പറഞ്ഞു, എനിക്ക് അങ്ങനെയുള്ള വിഷയങ്ങൾ സംസാരിക്കാൻ താല്പര്യമില്ല, എനിക്ക് താല്പര്യമില്ല. ഏതായാലും ഞാൻ ശിശുവായിരുന്നപ്പോൾ എനിക്ക് ഓർമ്മയില്ലാത്ത സമയത്ത് എന്നെ സ്നാനപ്പെടുത്തിയേ ഉള്ളൂ, അത്രയും എനിക്കറിയാം. പിന്നെ ഞാൻ സ്നാനപ്പെട്ടിട്ടില്ല. ഇത് നിങ്ങളുടെ സംശയം തീർന്നോ? സാർ തീർന്നു. എനിക്ക് ഇനി ആരും സംശയമില്ല. ദൈവത്തിന് സ്തോത്രം! പ്രിയപ്പെട്ടവരെ, അനേകം ആളുകൾ ഇങ്ങനെ പലതരത്തിൽ ചിന്താക്കുഴപ്പങ്ങൾ ഇങ്ങനെ ആടി ഒലയുകയാണ്. ചിന്താക്കുഴപ്പങ്ങൾ. ഇത് ശരിയോ ഇത് ശരിയോ എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട്. ഈ ആത്മീയം തന്നെ ശരിയോ എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട്. എൻ്റെ പ്രാർത്ഥന കർത്താവ് കേൾക്കുമോ എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട്. സത്യമായും പ്രിയപ്പെട്ടവരെ, ദൈവനാമത്തിൽ നിങ്ങളോട് ഞാൻ പറയട്ടെ, നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്നവർ ദൈവം ജീവിക്കുന്നുണ്ട്. നിങ്ങൾ വിതുമ്പുമ്പോൾ, ഏങ്ങലടിക്കുമ്പോൾ, നിങ്ങൾ കരയുമ്പോൾ, നിങ്ങൾ വിതുമ്പി കരയുമ്പോൾ, നിങ്ങളുടെ നെടുവീർപ്പുകൾ കണ്ടുകൊണ്ട് നിങ്ങളുടെ അരികിലേക്ക് വന്ന് നിങ്ങളെ ആശ്വസിക്കുന്നൊരു ക്രിസ്തു ഉണ്ട്. ഇന്ന് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ഓരോരുത്തരും യേശുവിനെ നിങ്ങൾ വിളിക്കുക. യേശുവേ, നീ എൻ്റെ ഹൃദയത്തിൽ ഒന്ന് അധിവസിക്കണമേ.
യേശുവേ നീ എൻ്റെ തലമേൽ നിൻ്റെ കരം ഒന്ന് വെക്കണമേ. യേശുവേ എൻ്റെ വേദന നീ ഒന്ന് മാറ്റണമേ. യേശുവേ എൻ്റെ ഈ അസ്വസ്ഥത മാറ്റി തരണമേ. യേശുവേ എൻ്റെ ഭയപ്പാട് മാറ്റി തരണമേ. എൻ്റെ ഭീതികൾ മാറ്റി തരണമേ. എൻ്റെ ഹൃദയത്തിൽ വരുന്നതായി അനേകം ഭീതി വിഷയങ്ങൾ, കർത്താവേ, ഭയപ്പാടുകൾ, സംഭ്രജനകമായ കാര്യങ്ങൾ എല്ലാം മാറ്റി എനിക്ക് സ്വസ്ഥത തരണമേ. കർത്താവേ, ഒരു തൊഴിലില്ലല്ലോ, ഒരു വരുമാനമില്ലല്ലോ, എന്തു വേണ്ടു എനിക്ക് അറിയാൻ വയ്യല്ലോ, കുഞ്ഞുങ്ങളെ പഠിപ്പിക്കേണ്ടതുണ്ടല്ലോ, പക്ഷേ അതിനുള്ള മാർഗം കാണുന്നില്ലല്ലോ. കർത്താവേ, ഒരു പോംവഴി തരണമേ. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. സ്തോത്രം. എൻ്റെ കരുണയുള്ള കർത്താവിൻ്റെ കൃപയാൽ ഇങ്ങനെ വിളിച്ച് പറയുന്ന അനേകം പേർക്ക് സമാധാനം കിട്ടുന്നത് ഞാൻ കണ്ടു. സമാധാനം കിട്ടി. അവരെ പിന്നീട് വിളിച്ച് സാറേ പ്രാർത്ഥിച്ചതിന് നന്ദി എന്ന് പറയുന്നു. സ്തോത്രം. ഞാൻ പ്രാർത്ഥിച്ചതിൻ്റെ മേന്മയൊന്നുമല്ലെന്ന് എനിക്കറിയാം. ഞാൻ കർത്താവെ എനിക്കൊന്നും അറിയാൻ വയ്യല്ലോ, ഈ പാവപ്പെട്ട കരുണ തോന്നണമെന്ന് ഞാൻ പറയാറുണ്ട്. കരുണ തോന്നണമെന്നും പറയാറുണ്ട്. അതിനപ്പുറം ഒന്നും എനിക്കും ചെയ്യാൻ കഴിവില്ല. ഞാനും ആവശ്യക്കാരനാണ്. എനിക്കുമുണ്ട് പ്രാരബ്ധങ്ങൾ, എനിക്കുമുണ്ട് ഭാരങ്ങൾ, എനിക്കുമുണ്ട് വേദന വിഷയങ്ങൾ, എനിക്കുമുണ്ട് പ്രശ്നങ്ങൾ. സ്തോത്രം. പക്ഷേ ഇനി ഞാൻ പിടിച്ചു നിൽക്കുന്നത് കർത്താവിൻ്റെ കൃപയിലാണ്, ആ കൃപയുടെ കരത്തിലാണ്. ആ കരത്തിൽ പിടിച്ചുകൊണ്ട് നിൽക്കുന്നു. മഹത്വമാർന്ന കരങ്ങൾ എന്നെ തലോടുന്ന് ഞാൻ അനുഭവിക്കുന്നു. ഞാൻ വിതുമ്പുമ്പോൾ, ഞാൻ ഏങ്ങലടിക്കുമ്പോൾ ആ കരം വന്നെൻ്റെ കണ്ണിൽ തുടയ്ക്കുന്ന ഞാൻ അനുഭവിക്കുന്നു. എൻ്റെ ജീവിതത്തിൽ ഞാൻ വിഷമിച്ചു പോകുന്ന സന്ദർഭങ്ങളിൽ, പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഈ ക്രിസ്തുവിൻ്റെ കരം വന്ന് എന്നെ തലോടുന്നതും താങ്ങുന്നതും ഞാൻ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ക്രിസ്തീയ ജീവിതം ഒരു അറിവിൻ്റെ ജീവിതമല്ല, കുറേ തത്വങ്ങൾ പഠിക്കുന്ന ജീവിതമല്ല, വേദപുസ്തകത്തിലെ വാക്യങ്ങൾ കാണാൻ പറയുന്ന ജീവിതമല്ല, കുറേ പ്രാർത്ഥനകൾ ഉരുവിടുന്ന ജീവിതമല്ല. ക്രിസ്തീയ ജീവിതം അത് യേശു ക്രിസ്തുവുമായിട്ടുള്ള സജീവ ബന്ധമുള്ള ജീവിതമാണ്. നിങ്ങളറിയണം, നിങ്ങൾ രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ കിടക്കയിൽ യേശു അടുത്ത് വന്നിട്ടുണ്ടെന്ന് നിങ്ങൾ അറിയണം. നിങ്ങൾ രാവിലെ ഉണരുമ്പോൾ യേശു നിങ്ങൾ ഉണർത്തുമെന്ന് നിങ്ങൾ അറിയണം. നിങ്ങൾ ജോലി ചെയ്യുമ്പോൾ യേശു കൂടെ ഉണ്ടെന്ന് നിങ്ങൾ അറിയണം. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് വലിയ നാമം മഹത്വപ്പെടട്ടെ. ഞാനിപ്പോഴും ഓർക്കുന്നു, നല്ല സന്തോഷത്തോടെ ഓർക്കുന്നു. കോളേജിൽ ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരുന്ന സമയത്ത്, ഞാൻ ബോർഡിലേക്ക് തിരിഞ്ഞ് എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത്, ആ സമയത്തും എനിക്കറിയാം യേശു എൻ്റെ കൂടെ ഉണ്ട് എന്ന്. അന്നേരം ഞാൻ കിഴക്കോട്ട് തിരിഞ്ഞ് കുരിശ് വരച്ച് പ്രാർത്ഥിക്കുന്നൊന്നുമില്ല. പക്ഷേ എനിക്കറിയാം എൻ്റെ ഹൃദയത്തിൽ യേശു ഉണ്ടെന്ന്. എനിക്കറിയാം യേശു എന്നെ നിയന്ത്രിക്കുന്നത്. എനിക്കറിയാമായിരുന്നു. യേശു നിയന്ത്രിക്കുന്നു. ഓരോ ചുവടുവെപ്പിലും യേശു നിയന്ത്രിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഞാൻ സമാധാനത്തോടെ പറയട്ടെ, നിങ്ങൾക്ക് ഈ വാക്കുകളെ കേൾക്കുമ്പോൾ യേശു വരിയിലുണ്ട്. യേശുവിനെ നിങ്ങൾ വിളിച്ചുണർത്തുക. യഹോവേ എഴുന്നേൽക്കണമേ, യഹോവേ ഉണരണമേ, നിൻ്റെ വീര്യമുള്ള ഭുജബലം ഉണർത്തി ഞങ്ങൾ രക്ഷയ്ക്കായി വരയണമേ. സ്തോത്രം. സങ്കീർത്തനക്കാരനായ ദാവീദ് പ്രാർത്ഥനാ വീരനായിരുന്നു. പ്രാർത്ഥിച്ചിരുന്നു. പ്രാർത്ഥിച്ച് ദൈവത്തിൻ്റെ കരുണകൾ പ്രാപിച്ചിരുന്നു, കൃപകൾ പ്രാപിച്ചിരുന്നു, ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ പ്രാപിച്ചിരുന്നു. നിങ്ങൾക്കും അനുഗ്രഹങ്ങൾ പ്രാപിക്കാം. ദൈവത്തിന് സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ സന്നിധിയിലേക്ക് വന്നുകൊണ്ട് നിങ്ങൾക്ക് ചോദിക്കാം. അന്ന് ആ പടക് ആടി ഇളകി ഉലയുമാറായിരുന്നു. വെള്ളം തള്ളി കയറുകയായിരുന്നു. പടക് മുങ്ങുമാറായി. സ്തോത്രം. പ്രകൃതിയുടെ ക്ഷോഭം. ഞാൻ വേറൊരു വശത്തേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിച്ചു വിടട്ടെ. ഇന്ന് പലരും എൻ്റെ ഈ പ്രായം ഇത് അനുകൂലമായ പ്രായമല്ല. കാലം ദശാന്ത്യം, ശനിദശയാണ്. രക്ഷയൊന്നുമില്ല. ഈ ശനിദശ കഴിഞ്ഞു പോവുകയില്ല. പ്രകൃതിയിലെ കാര്യമായി പറയുന്നത്. എൻ്റെ ജീവിതത്തിൽ ഇതിപ്പോൾ ആദിത്യദശയാണ്. സൂര്യൻ ഭയങ്കര ഉഷ്ണമാണ്. ആദിത്യദശയാണ്. വേറെ ചിലർ പറയും ഈ രാഹുർ ദശയാണ്. രാഹുവിൻ്റെ അപഹാരകാലമാണ്. ഇതിനപ്പുറം കടന്നു പോവില്ല. നിങ്ങളുടെ ജാതകത്തിലോ അങ്ങനെയുള്ളതായ കാര്യങ്ങളെല്ലാം എഴുതി വെച്ചിട്ടുണ്ടായിരിക്കും. എനിക്ക് ജാതകം ഉണ്ടായിരുന്നു. ജാതകം എൻ്റെ അപ്പൻ എനിക്ക് വേണ്ടി 2 ജാതകം എഴുതിച്ചിരുന്നു. ഒന്നൊരു വളരെ പ്രസിദ്ധനായ ഒരു ഗണകനെ കൊണ്ട്, വേറൊന്ന് ഒരു സാധാരണ നാട്ടിലുള്ള ഒരാളെ കൊണ്ട്. ഞാൻ 2 വായിച്ചിട്ടുണ്ട്. ഇന്ന പ്രായം മുതൽ ഇന്ന പ്രായം വരെ ഇന്ന ദശാന്തിയാണെന്നൊക്കെ പറഞ്ഞ് ഞാൻ വായിച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ യേശു ക്രിസ്തുവിൻ്റെ അകത്ത് വന്നപ്പോൾ ഞാൻ ജാതകം എടുത്ത് കത്തിച്ച് കളഞ്ഞു. ജാതകമല്ല എന്നെ നിയന്ത്രിക്കുന്നത്, ദശാന്തിയല്ല എന്നെ നിയന്ത്രിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ പലരും ദശാന്ത്യങ്ങളിലേക്ക് നോക്കിയിരിക്കുന്നുണ്ട്. ഇത് എനിക്ക് ഇത്ര വയസ്സ് വരെ ഏതായാലും അപകടകാലമാണ്, കുഴപ്പമാണ്. പ്രിയപ്പെട്ടവരെ, ഈ വാരഫലം നോക്കുന്നതും ദശാന്ത്യം നോക്കുന്നതും എല്ലാം അബദ്ധമാണ്, വെറും വിഡ്ഢിത്തമാണ്. വെറുതെ പാവപ്പെട്ടവരൊക്കെ വിളിപ്പിക്കാനുള്ള ചില തന്ത്രങ്ങൾ മാത്രം. അതിലൊന്നും യാതൊരു അർത്ഥവുമില്ല. നിങ്ങളൊരു കാര്യം ചെയ്യൂ. നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ ഗ്രഹങ്ങളെയും ഉപഗ്രഹങ്ങളെയും എല്ലാ ഗോളങ്ങളെയും നിയന്ത്രിക്കുന്ന
കർത്താവായ യേശു ക്രിസ്തു ഒന്ന് ഉദിക്കണം, ഈ ഒരു പുതിയ ഗ്രഹം ഉദിക്കണം. ദൈവത്തിന് സ്തോത്രം. ഒരു സൂര്യൻ വന്ന് നിങ്ങളുടെ ഹൃദയത്തിൽ ഉദിക്കണം. യേശു ക്രിസ്തു ഹൃദയത്തിൽ ഒന്ന് ഉദിക്കണം. ഒരു സെക്കൻഡ് ചിന്തിക്കുമോ നിങ്ങളുടെ ഹൃദയത്തിൽ ഈ സൂര്യൻ ഉദിച്ചിട്ടുണ്ടോ? ഈ സൂര്യൻ നിങ്ങളുടെ ഹൃദയത്തിൽ വസിക്കുന്നുണ്ടോ? നീ സൂര്യനായ ക്രിസ്തു നിങ്ങളുടെ ഹൃദയത്തിലുണ്ടോ? നിങ്ങളുടെ പ്രവൃത്തികൾ അതിനനുസരണമായിട്ട്, ക്രിസ്തുവിൻ്റെ സ്നേഹത്തിനനുസരണമായിട്ടാണോ പോകുന്നത്? നിങ്ങൾ ചിന്തിച്ചാൽ നിങ്ങൾക്കറിയാമല്ലോ. ഇന്നും ഹൃദയത്തിൽ കയ്പുള്ളവരില്ലേ? സ്വന്തം വീട്ടിൽ മാതാപിതാക്കളെ അനുസരിക്കാത്തവരില്ലേ? ഞാൻ ഭയത്തോട് പറയട്ടെ, മാതാപിതാക്കളെ വേദനിപ്പിക്കരുത്. മാതാപിതാക്കളെ വേദനിപ്പിച്ചാൽ അത് ദോഷമാണ്. കാരണം നിനക്ക് നന്മയുണ്ടാകുവാനും നീ ഭൂമിയിൽ ദീർഘായുസ്സോടിരിപ്പാനും നിന്റെ അപ്പനെയും അമ്മയും ബഹുമാനിക്കുന്നത് വാഗ്ദത്തോടെ ആദ്യ കൽപ്പനയാകുന്നു. മക്കളെ, നിങ്ങളുടെ മാതാപിതാക്കളെ അനുസരിപ്പീൻ. നിനക്ക് നന്മയുണ്ടാകുവാനും നീ ഭൂമിയിൽ ദീർഘായുസ്സോടിരിപ്പാനും നിന്റെ അപ്പനെയും അമ്മയും ബഹുമാനിക്കുന്നത് വാഗ്ദത്തോടുകൂടി ആദ്യ കൽപ്പനയാകുന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് വലിയ നാമം മഹത്വപ്പെടട്ടെ. സ്തോത്രം. എൻ്റെ സഹോദരങ്ങളെ, ഞാൻ സമാധാനത്തിൽ പറയട്ടെ, എൻ്റെ മക്കൾ പൂർണ്ണമായും വിധേയപ്പെട്ടനുസരിച്ച് കർത്താവിൻ്റെ വചനത്തിനനുസരിച്ച് നിൽക്കുന്നു. സ്തോത്രം. മാതാപിതാക്കളെ ആദരിക്കണം, മാതാപിതാക്കളെ ബഹുമാനിക്കണം. സ്തോത്രം. ദൈവത്തിന് വലിയ നാമം മഹത്വപ്പെടട്ടെ. അല്ലെങ്കിൽ ദീർഘായുസ് ഉണ്ടാവില്ല. കാര്യം നിസ്സാരമല്ല, ദീർഘായുസ് ഉണ്ടാവില്ല. മാതാപിതാക്കളെ അനുസരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തില്ലെങ്കിൽ ദീർഘായുസ് ഉണ്ടാവുകയില്ല. അനേക അനുഭവങ്ങൾ എനിക്കറിയാം, അനേകരുടെ അനുഭവങ്ങൾ എനിക്കറിയാം. ദീർഘായുസ് ഉണ്ടാവുകയില്ല. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ ചിന്തിക്കൂ, നിങ്ങളുടെ ജീവിതത്തിലെ കോളിളക്കങ്ങൾക്ക് കാരണം അനേകം പാപങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ട്. അതുകൊണ്ടാണ് അനേകം പാപങ്ങൾ, തിരുത്തിയിട്ടില്ലാത്ത ചില കാര്യങ്ങൾ, ചിലരെ നിങ്ങളെ മുറിപ്പെടുത്തിയ കാര്യങ്ങൾ, കൈകൊണ്ട് വല്ല ഒരു ആയുധം കൊണ്ട് മുറിപ്പെടുത്തിയല്ല, വാക്കുകൾ കൊണ്ട് മുറിപ്പെടുത്തിയ കാര്യങ്ങൾ അനേകരെ മുറിപ്പെടുത്തിയിട്ടുണ്ടാകാം. ചിലരോട് ഇപ്പോഴും ശത്രുതാ മനോഭാവം പുലർത്തുന്നുണ്ടാകാം, ചിലരുമായി പിണങ്ങിയിരിക്കുന്നുണ്ടാകാം. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, എല്ലാം വേഗം ശരിയാക്കിക്കൊള്ളുക. ഒട്ടും വൈകരുത്. സ്തോത്രം. നിൻ്റെ ഗ്രഹകാര്യം ക്രമത്തിലാക്കുക, നീ മരിച്ചു പോകും, സൗഖ്യമാകുകയില്ല. ഗ്രഹകാര്യം വേഗം ക്രമത്തിലാക്കുക. മരണത്തിൻ്റെ തണുത്ത കര നിന്നെ പിടികൂടുന്നതിന് മുമ്പ് നീ അതിവേഗം നിൻ്റെ ഗ്രഹകാര്യങ്ങളൊക്കെ ക്രമപ്പെടുത്തിക്കൊള്ളുക. എപ്പോഴാണ് കടന്നു ആരറിഞ്ഞു? ഇന്ന് വഴക്ക് പിടിച്ചിരിക്കാം, ഇന്ന് പിണങ്ങിയിരിക്കാം, ഭർത്താവിനോട് മത്സരിച്ചുകൊണ്ടിരിക്കാം, ഭാര്യയെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കാം, ഇന്ന് കുടുംബം കലക്കിക്കൊണ്ടിരിക്കാം, ഇന്ന് പരസ്പര അഭിപ്രായ വ്യത്യാസമായി ഇഷ്ടക്കുറവും മുഷിച്ചിലുമായി കുടുംബജീവിതം കലക്കിക്കൊണ്ടിരിക്കാം, ഇന്ന് കോളേജിൽ പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കാം, ഇന്ന് ഹോസ്റ്റലിൽ റാഗിങ് ചെയ്തുകൊണ്ടിരിക്കാം, ഇന്ന് നല്ല കളിയാണ് കളി. നിൻ്റെ ജീവിതം എപ്പോഴാണ് തീരുന്നത് അറിയുന്നില്ല. എപ്പോഴാണ് നിൻ്റെ ജീവിതം തീരുന്നത്? ഇതിൻ്റെ വ്യാജങ്ങളും നിൻ്റെ തന്ത്രങ്ങളും കൗശലങ്ങളും എല്ലാം വെളിപ്പെടുത്താൻ പോകുന്നു. എല്ലാം വെളിപ്പെടും. അപ്പോൾ ഞാൻ സ്വർഗത്തോടും നിന്നോടും പാവം ചെയ്തു പോയി, നിൻ്റെ മകനെൻ്റെ പേര് ഞാൻ യോഗ്യനല്ല, നിൻ്റെ കൂലിക്കാൽ ഒരുത്തിനെ പിന്നെ ആക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് നശിച്ചുകൊണ്ടിരുന്നവൻ ഓടിച്ചെന്ന് യേശുവിൻ്റെ നിത്യപിതാവിൻ്റെ സന്നിധിയിൽ വന്ന് വീണു. പിതാവിൻ്റെ അരികിലേക്ക് വന്നു. അപ്പോൾ ഞാൻ നിന്നോട് സ്വർഗത്തോടും പാപം ചെയ്തു പോയി എന്ന് പറഞ്ഞു. നശിച്ചു പോകുന്ന ബോധ്യമുള്ളവൻ അവൻ ചെന്ന് വീഴുകയാണ്, നിലവിളിക്കുകയാണ്. ഇന്ന് നിങ്ങൾ ദൈവത്തോട് പറയുമോ? നിങ്ങളുടെ അരികത്ത് വന്നിരിക്കുന്ന യേശുവോട് പറയുമോ, കർത്താവേ, ഞാൻ നശിക്കുന്നല്ലോ, എൻ്റെ ഭാവിയിൽ അടഞ്ഞു പോയല്ലോ, എൻ്റെ മക്കൾക്ക് കേടും കെടുതിയുമായല്ലോ, എൻ്റെ കുടുംബത്തിൽ സ്വസ്ഥതയില്ലല്ലോ. കർത്താവേ, നീ എൻ്റെ ഹൃദയത്തിലേക്ക് വരുമോ? എൻ്റെ ഉള്ളത്തിലേക്ക് എഴുന്നള്ളി വരുമോ? കർത്താവേ, ഞാനും പാവിയായ ഒരു മനുഷ്യൻ, എൻ്റെ പാവം പൂക്കുവാൻ നീ കുരിശിൽ മരിച്ചെന്ന് വിശ്വസിക്കുന്നു, നിൻ്റെ തിരക്കത്തിൽ ഞാൻ ആശ്രയിക്കുന്നു. കർത്താവേ, മേലിൽ മനസ്സറിഞ്ഞ് ഒരു പാവം വരികയില്ലെന്ന് ഞാൻ നിന്നോട് വാക്ക് പറയുന്നു. കർത്താവേ, മനസ്സറിഞ്ഞ് ഒരു പാവം എൻ്റെ ജീവിതത്തിൽ വരികയില്ലെന്ന് ഞാൻ നിന്നോട് ഇപ്പോൾ വാക്ക് പറയുകയാണ്. കർത്താവേ, സാത്താനെ ഞാൻ ഉപേക്ഷിക്കുന്നു, വിശുദ്ധനെ ഞാൻ സ്വീകരിക്കുന്നു. യേശുവേ, ഇപ്പോൾ നീ എൻ്റെ ഹൃദയത്തിലേക്ക് ഒന്ന് എഴുന്നള്ളി വരണമേ. ദൈവത്തിന് സ്തോത്രം. കർത്താവേ, കഴിഞ്ഞ കാലങ്ങൾ ഓർക്കല്ലേ, തെറ്റുകളൊന്നും ഓർക്കല്ലേ, എൻ്റെ പാവങ്ങൾ കണക്കിടല്ലേ, എൻ്റെ അകൃത്യങ്ങൾക്ക് പരിഗണിക്കല്ലേ. കർത്താവേ, എൻ്റെ പാവങ്ങളൊന്നും ഓർക്കല്ലേ, അകൃത്യങ്ങൾ ഓർക്കല്ലേ. എൻ്റെ പാവങ്ങൾ ക്ഷമിക്കണമേ, അകൃത്യം ക്ഷമിക്കണമേ, പാവം പോക്കണമേ, എന്നെ വിശുദ്ധീകരിക്കണമേ, എൻ്റെ കോളിളക്കങ്ങൾ മാറ്റണമേ, അസ്വസ്ഥതകൾ മാറ്റണമേ, സമാധാനം പകരണമേ, പരിശുദ്ധി എൻ്റെ ജീവിതത്തിലേക്ക് പകർന്നു തരണമേ, എല്ലാ അശുദ്ധിയും നീക്കണമേ, എല്ലാ ശാപദോഷങ്ങളും മാറ്റണമേ, എൻ്റെ ഹൃദയത്തിലേക്ക് വരണമേ. പ്രാർത്ഥിക്കൂ നിങ്ങൾ. കാരുണ്യവാനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ അനുഗ്രഹ നിമിഷങ്ങൾക്കായി സ്തോത്രം. ശാപം മാറ്റുന്ന കൃപകൾക്കായി സ്തോത്രം. കൊടുങ്കാറ്റ് നടക്കുന്ന കൃപകൾക്കായി സ്തോത്രം. ഞങ്ങളുടെ ജീവിതത്തിലെ കടലോളങ്ങളെല്ലാം മാറ്റി ഞങ്ങൾക്ക് ശാന്ത തരുന്നതിനായി സ്തോത്രം. എല്ലാവരെയും അനുഗ്രഹിക്കണമേ. തീരുമാനമെടുത്തവരുടെ മേൽ തർക്കരം വെച്ച് അനുഗ്രഹിച്ച് വാഴ്ത്തി വിശുദ്ധീകരിക്കണമേ. അവിടെ രണ്ടാമത്തെ വരയിൽ പറന്നു വരുന്ന വിശുദ്ധന്മാരുടെ നിലയിൽ എല്ലാവരെയും യോഗ്യരാക്കി തീർക്കണമേ.
തിരുനാമം ഈ ഭൂമിയിൽ മഹത്വപ്പെടുത്തണമേ. യേശു ക്രിസ്തുവിൻ്റെ രാജകീയ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന കൃപയോടെ കേൾക്കണമേ. ആമീൻ. ഹല്ലേലൂയ.